ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ CU/CET എന്ന് പറയുന്ന ഒരു എൻട്രൻസ് എക്സാം നടക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ അവരുടെ ഡിപ്പാർട്ട്മെന്റുകളിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എൻട്രൻസ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റും. സോ അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഹോസ്റ്റൽ ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഡിഫറെൻറ്റ് കോഴ്സസ്, അതായത് ഇൻ്റഗ്രേറ്റഡ് കോഴ്സസ് വരുന്നുണ്ട് ഇതിൽ. അതേപോലെ തന്നെ PG പ്രോഗ്രാംസ് വരുന്നുണ്ട്. സോ ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ 5 ഇയർ കോഴ്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിന് +2 ലെവലായിരിക്കും ക്വാളിഫിക്കേഷൻ വരുന്നത്. മറ്റേതിന് UG ക്വാളിഫൈ ആയിട്ടുള്ള ആളുകൾക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഒരു എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ ഇത് ഏപ്രിൽ 2024 നടന്നിട്ടുള്ളൊരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്ന വീഡിയോസ് ഒരുപാട് യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ചാനലിൽ മറ്റ് യൂണിവേഴ്സിറ്റികളുടെയും, അതായത് ഇപ്പോൾ നിങ്ങൾ എന്താ ഒരു ഒറ്റ യൂണിവേഴ്സിറ്റിക്ക് മാത്രമായിരിക്കില്ലല്ലോ പഠിക്കുന്നത്. സോ മറ്റ് യൂണിവേഴ്സിറ്റികളുടെ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക, അതേപോലെ തന്നെ അതിൻ്റെ ആൻസർക്ക് വരുന്ന വീഡിയോസൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ ഇതിൽ 400 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് വരുന്നത്. സോ അപ്പോൾ ഇതിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല മൈനസ് മാർക്കിൻ്റെ കാര്യം. ഇപ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നോക്കുമ്പോൾ നെഗറ്റീവ് മാർക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ 400 മാർക്ക് മീൻസ് 4 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. 100 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇതിൽ മാക്സിമം 400 മാർക്ക് തന്നെ പറഞ്ഞിട്ടുള്ളത്. 2 മണിക്കൂർ തന്നെയാണ് എക്സാം വരുന്നത്. പക്ഷേ ഇതിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നില്ല മൈനസ് മാർക്കിൻ്റെ കേസ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നോട്ടിഫിക്കേഷനിലൊക്കെ നോക്കുക, ഇതിന് മൈനസ് മാർക്ക് ഉണ്ടോ അതോ മൈനസ് മാർക്ക് ഇല്ലേ എന്നുള്ള കാര്യം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം കോൺഫിഡൻസോട് കൂടിയിട്ട് മാക്സിമം ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ. സോ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് ഇൻ്റഗ്രേറ്റഡ് MSc ബോട്ടണി അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് MSc സുവോളജി, ആ 2 കോഴ്സിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ +2 ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, എ കിങ്ഡം കോമൺ ടു യൂണിസെല്ലുലാർ യൂക്കാരിയോട്ടിക് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഈസ് മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫംഗി, പ്ലാന്റ്. അപ്പോൾ യൂണിസെല്ലുലാർ യൂക്കാരിയോട്ടിക് പ്ലാന്റ്സിനും അതേപോലെ തന്നെ ആനിമൽസിലും കോമൺ ആയിട്ട് വരുന്ന കിങ്ഡം, ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, പ്രൊട്ടിസ്റ്റ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ടിഷ്യൂ പെർഫോം ഫംഗ്ഷൻ ഓഫ് സെക്രീഷൻ, സ്റ്റോറേജ് ആൻഡ് ഫോട്ടോസിന്തസിസ്? പാരൻകൈമ, കോളൻകൈമ, സ്ക്ലെറൻകൈമ, കോംപ്ലക്സ് ടിഷ്യൂ. അപ്പോൾ സെക്രീഷൻ, സ്റ്റോറേജ്, അതുപോലെ തന്നെ ഫോട്ടോസിന്തസിസ് എല്ലാ ഫംഗ്ഷനും ചെയ്യുന്ന ടിഷ്യൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, പാരൻകൈമ. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ആൻസർ ചെയ്യുന്നതിൻ്റെ ഒപ്പം ജസ്റ്റ് ആൻസർ പറയുന്നതിൻ്റെ മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്പർ ഇട്ട് ജസ്റ്റ് എന്ത് ചെയ്യാം, ആ ഓപ്ഷൻ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ എന്ത് ചെയ്യാം, ആൻസർ പറഞ്ഞു കഴിഞ്ഞ ശേഷം ആ ഒരു ഓപ്ഷൻ മാർക്ക് ചെയ്ത് വെക്കുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 100 ക്വസ്റ്റ്യൻസിൽ എത്ര മാർക്ക്, ഇപ്പോൾ ഈ ഒരു പേപ്പർ ജസ്റ്റ് ആൻസർ ചെയ്യുന്ന ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് തന്നെ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ഷോസ് ഡിപെൻഡന്റ് alternation of generation having gametophyte depend on sporophyte? Bryophyta, Peridophyta, Gymnosperm, and Talophyta. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ബ്രയോഫൈറ്റ. അടുത്തത്, മയോസിസ് ഇൻ എ സ്മോൾ എ ബി സ്മോൾ ബി വിൽ പ്രൊഡ്യൂസ് ഗാമേറ്റ്സ്. ഓപ്ഷൻ എ വരുന്നത് ക്യാപിറ്റൽ എ ബി സ്മോൾ എ ബി ക്യാപിറ്റൽ എ സ്മോൾ ബി സ്മോൾ എ സ്മോൾ ബി. ഓപ്ഷൻ ബി വരുന്നത് ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി ദെൻ സ്മോൾ എ സ്മോൾ ബി. അടുത്തത് ക്യാപിറ്റൽ എ സ്മോൾ എ ക്യാപിറ്റൽ ബി സ്മോൾ ബി. അടുത്തത് ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി ക്യാപിറ്റൽ ബി ക്യാപിറ്റൽ ബി. ഇതാണ് എന്ത് ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്. സോ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത്, ക്യാപിറ്റൽ എ ബി ദെൻ സ്മോൾ എ ക്യാപിറ്റൽ ബി ക്യാപിറ്റൽ എ സ്മോൾ ബി സ്മോൾ എ സ്മോൾ ബി. അടുത്തത്, പോളിസോം ഈസ് ഫോംഡ് ബൈ several ribosomes attached to a single hnRNA, many ribosomes attached to strand of ER, ribosome with several subunits, ribosome attached to single messenger RNA. Answer option D ആണ്, ribosomes attached to single messenger RNA. അത് ചോദ്യം. 6 4-pyrryl adenine is A-noxin, A-gibberellin, A-cytokinin, A vitamin.
Answer option C ആണ് A, cytokine. Cytokine. Embryo in sunflower has 1 cotyledon, 2 cotyledon, many cotyledon, no cotyledon. Embryo in sunflower has, answer option B ആണ് വരുന്നത്, 2 cotyledons. In China rose, the flowers are zygomorphic, hypogynous with imbricate estivation, zygomorphic, epigynous with twisted estivation, actinomorphic, hypogynous with twisted estivation, actinomorphic, epigynous with valvate estivation. Answer option C ആണ് actinomorphic, hypogynous with twisted estivation. Cell organelle having hydrolases or digestive enzyme are peroxisome, lysosome, ribosome, mesosome. Answer option B, lysosome. A granum is made up of single thylakoid, 2 thylakoid, many thylakoid arranged one above the other, none of the above. Answer many thylakoids arranged one above the other. Option C ആണ് വരുന്നത്. In dark reaction, first reaction is carboxylation, decarboxylation, dehydrogenation, deamidation. Answer carboxylation option ആണ് വരുന്നത്. അടുത്തത്, which of the following metabolic pathways occur in the cytoplasm of plant cells and generates a small amount of ATP through substrate level phosphorylation, glycolysis, electron transport chain, Calvin cycle, Krebs cycle. So the following metabolic pathways occur in cytoplasm of plant cells and generate a small amount of ATP through substrate level phosphorylation. Answer വരുന്നത് ഓപ്ഷൻ എ ആണ്, glycolysis. അടുത്തത്, in yeast during anaerobic respiration, how many glucose molecules are required for production of 38 ATP molecules? Answer options 1, 2, 19, 38. വേസ്റ്റിൽ അനറോബിക് റെസ്പിറേഷനിൽ എത്ര ഗ്ലൂക്കോസ് വേണമെന്ന്, അപ്പോൾ 38 ATP മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്, 19. How does pruning help in making hedgelands? It induces the differentiation of new shoots from rootstock. It free auxiliary buds from apical dominance. The apical shoot grows faster after pruning. It releases wound hormones. Option B ആണ്, it frees auxiliary buds from apical dominance. The persistent nucellus is in the seed is known as perisperm, hilum, segment, galasa. Answer option A ആണ്, perisperm. What is the primary advantage of self-incompatibility mechanism in flowering plants? Enhanced genetic diversity, prevention of inbreeding depression, increased seed production, facilitation of self-fertilization in adverse conditions. Answer option B ആണ്, prevention of inbreeding depression. What is the primary advantage of self-incompatibility mechanism in flowering plants? Answer option B, prevention of inbreeding depression. And what is the role of a vector in cloning a DNA fragment? To amplify the DNA fragment, to cut the DNA fragment at a specific site, to insert the DNA fragment into host cell, to visualize the DNA fragment under UV light. Answer option C ആണ്, to insert DNA fragment into a host cell.
The enzyme used to produce complementary DNA, cDNA from mRNA template is DNA polymerase, reverse transcriptase, DNA ligase, restriction enzyme. The enzyme used to produce complementary DNA, that is cDNA, from an mRNA template is answer option B, reverse transcriptase. The ചോദ്യം, what was the amount of human alpha lactalbumin in milk of transgenic cow? 4.2 gram per liter, 2.4 gram per liter, 4.2 mg per gram, 2.4 mg per gram. Answer option B, 2.4 gram per liter. So what was the amount of human alpha lactalbumin in milk of transgenic cow? Answer option B, 2.4 gram per liter. The first clinical application of gene therapy over 4-year-old girl was for adenosine deaminase deficiency, adenosine deficiency, growth deficiency, adenine deficiency. Answer option A, adenosine deaminase deficiency. A cuckoo laying eggs in a crow's nest is an example of ectoparasitism, brood parasitism, commensalism, mutualism. A cuckoo laying eggs in a crow's nest is an example of. Answer option B, brood parasitism. Which of the following factors contribute to exponential growth of a population? High mortality rate, limited resources, high productive rate, predation pressure. Answer option C, high productive rate. Number of meiotic and mitotic division necessary for development of a female gametophyte in angiosperm is 1 meiosis and 2 mitosis, 1 mitosis and 3 meiosis, 1 mitosis and 2 meiosis, 1 meiosis and 3 mitosis. Answer option D ആണ് 1 meiosis and 3 mitosis. Number of meiotic and mitotic division necessary for development of female gametophyte in angiosperm is option D, 1 meiosis and 3 mitosis. How does the availability of nutrients affect the ecosystem productivity? Higher nutrient availability leads to higher productivity. Lower nutrient availability leads to higher productivity. Nutrient availability has no effect on productivity. Nutrient availability affects only certain trophic level. How does the availability of nutrients affect ecosystem productivity? Option A, higher nutrient availability leads to higher productivity. Option B, lower nutrient availability leads to higher productivity. Nutrient availability has no effect on productivity. Nutrient availability affects only certain trophic level. Answer option A, higher nutrient availability leads to higher productivity. So how does the availability of nutrient affect ecosystem productivity? Answer option A, higher nutrient availability leads to higher productivity. Other question. How is the energy lost between trophic levels in an ecosystem? Through respiration, through reproduction, through excretion, through heat loss. Answer option D, through heat loss. How is energy lost between trophic levels in an ecosystem? Answer option D, through heat loss. 1 Armstrong is equal to 10 to the power minus 3 mm, 10 to the power minus 6 mm, 10 to the power minus 7 mm, 10 to the power minus 9 mm. സോ ഇപ്പോൾ 1 ആംസ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 to the power minus 10 meters ആണ് വരുന്നത്. സോ അപ്പോൾ എത്ര ആൻസർ ഓപ്ഷൻ സി ആണ്, 10 to the power minus 7 mm. ഓക്കെ. Which of the following animals have longest lifespan? Horse, elephant, man, tortoise. Answer option D, tortoise. Which of the following animals have the longest lifespan? Answer option D, tortoise. All coelomate except Tania, Nereis, Acidia, frog. Answer option
ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. ടാനിയ a kilometer ആണ്. Each of the following statement is not correct. Pieces have two-chambered heart. Amphibian have three-chambered heart. All reptiles have three-chambered heart. Mammals have four-chambered heart. So the following statement is not correct. ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. All reptiles have three-chambered heart. So ക്രൊക്കഡൈൽസിനൊക്കെ എന്താണ് ഫോർ-chambered ഹാർട്ടാണ് വരുന്നത്. മാമൽസിനും ഫോർ-chambered ഹാർട്ട് വരുന്നത്. അടുത്തത് the number and appearance of complete set chromosomes in the nucleus of a eukaryotic cell is known as diploid, haploid, karyotype, chromatin. The number and appearance of complete set chromosome in the nucleus of a eukaryotic cell is known as answer karyotype. Option C ആണ് വരുന്നത്. The bond that connects two amino acid is known as phosphodiester bond, peptide bond, glycosidic bond, none of the above. Answer option B, peptide bond. Human teeth are thecodont. That means teeth are thick, teeth are thin. Each tooth is embedded in a socket. Different types of teeth are present. Answer option C ആണ്. Each tooth is embedded in a socket. What is the tidal volume in respiratory system? Volume of air inspired after forcible inspiration. Volume of air expired after forcible expiration. Volume of air inspired or expired during normal respiration. Volume of air remaining in lungs even after a forcible or respiration. So tidal volume respiratory system tidal volume എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. Answer option C ആണ് വരുന്നത്. Volume of air inspired or expired during normal respiration. ഓക്കെ, അപ്പൊ നോർമൽ റെസ്പിറേഷനിൽ ഇൻടേക്ക്, അതായത് ഇൻസ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പയർ ചെയ്യുന്ന എയറിന്റെ വോളിയമാണ്. ഓക്കെ, അടുത്തത് the mineral necessary for blood coagulation of blood is calcium, sodium, potassium, chlorine. കോയാഗുലേഷൻ ആവശ്യമായിട്ടുള്ള മിനറൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, കാൽഷ്യം. അടുത്ത ചോദ്യം, if RBC is placed in distilled water, the corpuscles will burst, shrink, stick to each other, divide rapidly. Answer option A, burst. If RBC placed in distilled water, the corpuscles will burst. Uremia is the condition in which the excretion of volume of urine increases, the excretion of volume urine decreases, the kidney fails to excrete urine, accumulation of urea in blood. Answer accumulation of urea in blood. The uremia is the condition in which the accumulation of urea in blood. Which ion serves as a switch for initiation of muscle contraction? Na++, K++, Ca++, Cl-. Answer option C ആണ്, Ca++. The organ of body is associated with color vision of eye, bright vision, auditory reception, maintenance of body balance. Organ of corti. Okay, നമ്മുടെ ഇതിലുള്ളതാണ്, ചെവിയിലുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ഓഡിറ്ററി റിസെപ്ഷൻ. അടുത്തത്, which is the most common STI caused by bacteria? Chlamydia, genital herpes, syphilis, gonorrhea. Answer option A, chlamydia. Irabikulam National Park is famous for elephant, tiger, sambar deer, Nilgiri Thar. Answer option D, Nilgiri Thar. Deficiency of anti-diuretic hormone leads to diabetes mellitus, Addison's disease, diabetes insipidus, Bright's disease.
Answer option C, diabetes insipidus. Deficiency of antidiuretic hormone leads to. Answer option C, diabetes insipidus. Which of the following statement is not correct with respect to plasmid PBR 322? Answer, it is it is a natural cloning vector. It has two antibiotic resistance genes. Its size is around 4.3 kilo kbp. It is a circular molecule, DNA molecule. The answer it is a natural cloning vector. So the following statement is not correct with respect to the plasmid PBR 332. Answer option A. It is a natural cloning vector. So the following statement is true with respect to Watson and Crick model of DNA. The two DNA strands are anti-parallel and non-complementary. The two DNA strands parallel and complementary. The two DNA strands are anti-parallel and complementary. None of the above. Answer option C. The two DNA strands are anti-parallel and complementary. Which microorganism is used to develop pest-resistant plants? Saccharomyces. Option A, Saccharomyces cerevisiae, Bacillus thuringiensis, Trichoderma, Pseudomonas. Answer option B, Bacillus thuringiensis. Which of microorganism used to develop pest-resistant plants? Answer option B, Bacillus thuringiensis. What is menopause? First menstrual cycle, ovulation, the cessation of menstrual cycle at around age 50, formation of corpus luteum. What is menopause? Answer option C, the cessation of menstrual cycle at around age 50. The chromosomal formula of an individual is 47 XSY. It indicates Down syndrome, Klinefelter syndrome, Turner syndrome, Edwards syndrome. Answer option B, Klinefelter syndrome. The animals eating their own fecal matter are known as coprophagous, microphagous, omnivorous, macrophagous. Answer option A, coprophagous. The animals eating their own fecal matter are known as coprophagous. Ligament is a structure which connects nerve to bone to bone, muscle to bone, nerve to nerve. Bone to bone. Answer option B, bone to bone. Bilirubin and biliverdin pigments are found in pancreatic juice, gastric juice, saliva, bile of mammals. Answer option D, bile of mammals. Bilirubin and biliverdin pigments are found in bile of mammals. The heartbeats increase when we see a danger ahead. Such an action is carried out by peripheral nervous system, central nervous system, sympathetic nervous system, parasympathetic nervous system. Answer option C ആണ് വരുന്നത് sympathetic nervous system. The heartbeat increases when we see a danger ahead. Such an action is carried out by sympathetic nervous system. Which of the following HCP crystal structure? NaCl, CaCl, Zn, RbCl. Answer option C, Zn. Which of the following has a HCP crystal structure? Answer option C, Zn. The rate constant for first order reaction whose half-life is for 48 seconds is 1.44 into 10 to the power minus 3 second inverse, 1.44 second inverse, 0.72 into 10 to the power minus 3 second inverse, 2.88 into 10 to the power minus 3 second inverse. Answer option A, 1.44 into 10 to the power minus 3 second inverse. The oxidation number of MnA in KMnO4 is +7, -7, +1, -1. Answer option A, +7. The reference calomel electrode is made from which of the following? ZnCl2, CuSO4, Hg2Cl2, HgCl2. അപ്പോൾ റെഫറൻസ് കാലോമൽ ഇലക്ട്രോഡ് ഇതിലേതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫോം മെയ്ഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുള്ളത്
Answer. അപ്പോൾ Hg2Cl2 എന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ HgCl2 എന്ന് പറയുന്നുണ്ട്. എന്ത് ചെയ്യാം, ഒരു ദിവസം നിങ്ങൾ എന്ത് ചെയ്യുന്നു, വെരിഫൈ ചെയ്യണം. The maximum extent of hydrogen bonding is shown by H2O, H2SC, H2S, HF. സോ അപ്പോൾ ഇതിന്റെ ആൻസർ, ഈ ഒരു 54ന്റെ ആൻസർ വരുന്നത് മെർക്കുറസ് ക്ലോറൈഡ് എന്നാണ്. സോ 55ന്റെ ആൻസർ വരുന്നത് HF ആണ്. അടുത്ത ചോദ്യം. Which of the following has maximum root mean square velocity at same temperature? SO2, CO2, O2, H2. Which of the following has maximum root mean square velocity at same temperature? Answer option D, H2. How much NaOH is required to neutralize 1500 centimeter cube of 0.1 NHCl? 60 gram, 6 gram, 4 gram, 40 gram. Answer option B ആണ് 6 gram. Then total number of inner transition elements is 10, 14, 28, 30. Answer option C, 28. How many Cl minus ions are there around Na plus ions in NaCl crystal? 3, 4, 6, 8. How many Cl minus ions are there around Na plus ions in NaCl crystal? Answer option C, 6. The osmotic pressure of 1m solution at 27 degrees Celsius is 2.46 atm, 24.6 atm, 1.21 atm, 12.1 atm. Answer option B, 24.6 atm. Out of Cu, Ag, Fe and Zn, the metal which can displace all other from their salt solution is Ag, Cu, Zn, Fe. Answer option C, Zn. The mass of 112 centimeter cube of CH4 gas at STP is 0.16 gram, 0.8 gram, 0.08 gram, 1.6 gram. Answer 0.08 gram. The mass of 112 centimeter cube of CH4 gas at STP is 0.08 gram. The spectrum of He is expected to be similar to that of H, Na, He plus, Li plus. Answer option E and H. The volume of 1.0 gram of hydrogen in liters at NTP is 2.24, 22.4, 1.12, 11.2. Answer 11.2. The bond angle in pH3 is close to 90 degree, 105 degree, 109 degree, 120 degree. Answer option A, 90 degree. Ostwald dilution law is applicable to strong electrolytes only, weak electrolytes only, non-electrolytes strong as well as weak electrolytes. Answer option B, weak electrolytes only. Ostwald's dilution law is applicable to option B, weak electrolytes only. Oxidation number of P in KH2PO2 plus 3 plus 1 plus 5 minus 4. Answer option C, plus 5. The outer electronic structure 3s2 3p5 is possessed by Br, O, Ar, Cl. The outer electronic structure 3s2 3p5 is possessed by
Answer option D. Cl. A first order reaction is 75% complete after 32 minutes. When was 50% of the reaction completed? 16 minutes, 8 minutes, 4 minutes, 32 minutes. Answer option A, 16 minutes. Body centered cubic lattice has coordination number 6, 12, 8, 4. Answer option 8. Which of the ions has largest ionic radius? Pe2 plus, Mg2 plus, Ca2 plus, Sr2 plus. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ത് ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം. The kinetic energy of 2 moles of N2 at 27 degrees Celsius is R ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 8.314 joule per kilogram per kilo. Joule per Kelvin per mole. 5.54, 91.6 joule, 649.6 joule, 749, 91.6 joule, 8882.4 joule. Answer option C ആണ് വരുന്നത് 7491.6 joule. Which of the following is not isoelectronic? Na plus, Mg2 plus, O2 minus, Cl minus. Answer option D, Cl minus. Sulfuric acid molecule contain only covalent bonds, covalent and ionic bonds, covalent and coordinate bond, covalent, ionic and coordinate bond. Answer option C, covalent and coordinate bonds. The solubility of a saturated solution of calcium fluoride is 20 to the power minus 4 moles per liter. Its solubility product is 12 into 10 to the power minus 2, 14 into 10 to the power minus 4, 22 into 10 to the power minus 1, 32 into 10 to the power minus 12. So the answer is option D, 32 into 10 to the power minus 12. The gravitational and electrostatic forces between two electrons separated by 10 cm have the ratio 10 to the power 12, 10 to the power 30, 10 to the power minus 30, 10 to the power minus 43. Answer option D ആണ് 10 to the power minus 43. How many different wavelengths would appear in spectrum of hydrogen atom initially in the n equal to 5 state? 4, 10, 5, 12. Answer option B, 10. A satellite revolves around the Earth in a circular orbit at a height h above the Earth's surface. If r is the radius of Earth, the period of revolution of satellite, so that astronaut may be in a state of weightlessness is. The answer option C ആണ് 2 pi by r root of r plus h by g. 8 electric dipoles are of charge of magnitude E are placed inside a cube. The total electric flux coming out of the cube will be 8 E by epsilon 0, 16 E by epsilon 0, E by epsilon 0, 0. Answer option D, 0. 8 electric dipole are of charge of magnitude E are placed inside a cube. The total electric flux coming out of the cube will be. Answer option D, 0.
A listener is at rest with respect to source of sound. A wind starts blowing along the line joining source and observer. Which of the following quantities of sound wave do not change? Frequency, velocity, wavelength, none of these. Answer option A, frequency. If a thin transparent sheet is introduced in front of a young double slit, the fringe width will increase, decrease, remain same, becomes non-uniform. Answer option C, remains same. A wire can sustain weight of 20 kg before breaking. If the wire is cut into two equal parts, each part can sustain a weight of 10 kg, 20 kg, 5 kg, 40 kg. A wire can sustain a weight of 20 kg before breaking. If the wire is cut into two equal parts, each part can sustain a weight of, answer option B, 20 kg. A p-type semiconductor is positively charged, negatively charged, uncharged, charged at 0 Kelvin but charged at higher temperature. Or uncharged at 0 Kelvin but charged at higher temperature. Answer option C, uncharged. The magnetic field energy is an inductor changes from maximum values to a minimum value in 5 meter second when connected to an AC source. The frequency of the source is 20 Hz, 50 Hz, 200 Hz, 500 Hz. ഇതിന്റെ ആൻസർ എന്ത് ചെയ്യുക നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, എ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് XZA emits one alpha and two beta particles. The resulting nucleus is XZ A minus 4, XZ minus 2, A minus 4, XZ minus 2A, XZ minus 2, A minus 2. Answer option A, X, A minus X, Z, A minus 4. The air between the plates of a capacitor is replaced by dielectric of constant K. The electric field is between the plates decreases K times, increases K times, decreases root K times, increases root K times. Answer option A, decreases K times. Which of the following isotope of uranium is fissionable? Uranium 238, uranium 235, uranium 230, uranium 232. Which of the following isotope of uranium is fissionable? Answer option B, uranium 235. The equation y of x comma t is equal to 0.005 cos 8 alpha t minus beta x describes a wave traveling along the x-axis if the wavelength and time period of wave are 0.08 meter and 2 seconds respectively. The values of alpha and beta are alpha equal to pi, beta equal to 25 pi, alpha equal to 0.08 pi, beta equal to 2 pi, alpha equal to 0.04 pi, beta equal to 1 pi, alpha equal to pi by 2, beta equal to 12.5 pi. So ഇപ്പോൾ ഇവിടെ ഇക്വേഷൻ ഓഫ് ഒരു ട്രാവലിംഗ് വേവിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. സോ y equal to x, t ആണ് 0.00 into cos alpha t minus beta x ആണ് തന്നിട്ടുള്ളത്. അടുത്തത് if the wavelength and time period of waves are wavelength 0.08 മീറ്ററും ടൈം പീരീഡ് 2 സെക്കൻഡ്സ് ആണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആൽഫ ബീറ്റ എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളൂ.
ഇപ്പോൾ ഇത് ഒമേഗ ടി മൈനസ് എൻ എക്സ് ആണ് വരുന്നത്. അപ്പോൾ ഒമേഗ അല്ലെങ്കിൽ ആൽഫ എന്ന് പറയുന്നത് ഒമേഗ ആംഗുലർ ഫ്രീക്വൻസി ആണ്. 2π/t ആണ് വരുന്നത്. അപ്പോൾ അതിന്റെ വാല്യൂ പൈ ആയിട്ട് വരും. ആൽഫയുടെ വാല്യൂ പൈയും ദെൻ ബീറ്റ എന്ന് പറയുന്നത് 2π/λ ആണ്. സോ 25 പൈ എന്നും വരും. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ആൽഫ ഈക്വൽ ടു പൈ ആൻഡ് ബീറ്റ ഈക്വൽ ടു 25 പൈ. An ideal gas is compressed to half of its initial volume by several processes. Which of these processes results in maximum work done? An ideal gas compressed to half of its initial volume by several processes. Which of these processes result is maximum work done? Isothermal, isobaric, adiabatic, isochoric. Answer option C ആണ് adiabatic. The de Broglie wavelength of an electron accelerated through a potential of 150 volt is 10 Armstrong, 1 Armstrong, 1 nm, 0.1 Armstrong. Answer option B, 1 Armstrong. In a class of 45 students, it was found 20 students like apples, 30 like banana. Then the lowest number of students who like both apples and banana is 10, 5, 8, 15. In a class of 45 students, it was found that 20 students like apples and 30 like banana. The lowest number of students who like both apples and banana is. അപ്പോൾ എന്താണ് എ യൂണിയൻ ബി? നമുക്ക് വേണ്ടത് ഇന്റർസെക്ഷൻ ബി ആണ്, അല്ലെങ്കിൽ എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ യൂണിയൻ ബി ചെയ്യാം. അപ്പോൾ നമുക്ക് എൻ ഓഫ് എ തന്നിട്ടുള്ളത് 20 ആണ്, എൻ ഓഫ് ബി തന്നിട്ടുള്ളത് 30 ആണ്. അപ്പോൾ 50 വരും. ദെൻ യൂണിയൻ തന്നിട്ടുള്ളത് 45 ആണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? 50 മൈനസ് 45 5 കിട്ടും. അടുത്ത ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി ആണ്. If the third term of an arithmetic progression is 18, the seventh term is 30, then its first term is 3, 9, 12, 6. ഇപ്പോൾ നമുക്ക് തേർഡ് ടേമിനെ പ്ലസ് 2d നിർത്താം. ദെൻ സെവൻത്ത് ടേം തന്നിട്ടുണ്ട്. എ പ്ലസ് 2d ഈസ് ഈക്വൽ ടു നമുക്ക് എത്രയാണ്? 18 എന്നാണ് തന്നിട്ടുള്ളത്. അടുത്തത് എ പ്ലസ് 6d ഈസ് ഈക്വൽ ടു 30 എന്നാണ് തന്നിട്ടുള്ളത്. ദെൻ ഇപ്പോൾ ഇത് എന്ത് ചെയ്യാം? നമുക്ക് ഇതിനെന്ത് ചെയ്യാം? സബ്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ 2 മൈനസ് 1 ആണ് ഞാൻ ചെയ്യുന്നത്. സോ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 12. ദെൻ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ആയി പോകും. സോ 6d മൈനസ് 2d വരുമ്പോൾ 4d എന്ന് വരും. സോ d ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 3 എന്ന് കിട്ടും. അപ്പോൾ ഡിയുടെ വാല്യൂ 3 എന്നാണ് വരുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിൽ എന്ത് ചെയ്യുക? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സോ ഇത് 6 ആയിട്ട് മാറും. സോ ഇത് 18 നിന്ന് 6 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12 കിട്ടും. സോ എയുടെ വാല്യൂ 12 ആണ് വരുന്നത്. സോ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഫസ്റ്റ് ടേമിന്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ടൈം എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്? ആൻസർ ആൻസർ ഓപ്ഷൻ ഏതായിരിക്കും? സി ആയിരിക്കും വരുന്നത്. 12 ആണ് ഫസ്റ്റ് ടേം.
അടുത്തത് how many 3-digit number can be formed using digits 1 to 9 if repetition of the digit is not allowed? 84, 504, 3024, 1008. Answer 504. The slope of a straight line is 3x minus 4y plus 6 equal to 0 is. ഒക്കെ നമുക്കൊരു ലൈൻ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിനകത്ത് നിന്ന് സ്ലോപ്പ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. 4y നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സൈഡിലേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് എന്തെന്ന് വരും, 4y is equal to 3x plus 6 എന്ന് വരും. എന്ത് ചെയ്യാം, 4നെ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തെന്ന് വരും, 3/4x പ്ലസ് 6/4 വരും, അതായത് 3/2 എന്ന് വരും. ഓക്കെ, സോ y ഈക്വൽ ടു mx പ്ലസ് c ആണ് വരുന്നത്. സ്ലോപ്പ് എന്ന് പറയുന്നത് എത്രയാണ്, 3/4 എന്ന് വരും. ഓക്കെ, ആൻസർ എന്താണ്, ഓപ്ഷൻ എ ആണ്, 3/4. അടുത്തത് ഫൈൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ലിമിറ്റ് when the limit x tends to 0 x ഇതിനകത്ത് വേറെ സൈൻ ഒന്നും കൊടുത്തില്ല, x1 ഹോൾ സ്ക്വയർ മൈനസ് 1 ബൈ എക്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻസ് 1, 4, 3, 2. ഇപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ സൈൻ ഒന്നും കൊടുത്തിട്ടില്ല. ഇപ്പൊ ഇതിൽ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, ഇത് 0 ആവും, ദെൻ ഇത് 0 ആയി മാറും, ഇത് ഇൻഫിനിറ്റി ആയി മാറും. അപ്പോൾ എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചിലപ്പോൾ തെറ്റുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഇതിനെന്താണ്, ഒന്നെങ്കിൽ നമുക്ക് പ്ലസ് കൊടുക്കാം അല്ലെങ്കിൽ മൈനസ് കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾ പ്ലസ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ കണ്ടല്ലോ നിങ്ങൾ, ഇതിനകത്ത് കൊടുത്തിട്ടില്ല സിമ്പിൾ. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ എക്സ് പ്ലസ് 1 ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും, എക്സ് പ്ലസ് 1ന്റെ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ എടുത്ത് നോക്കുക. അപ്പോൾ എന്ത് വരും, നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 മൈനസ് 1 വരും. അപ്പം 1 1 ക്യാൻസൽ ചെയ്യാം. പിന്നെ വരുന്നത് എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് 2x ഡിവൈഡ് ബൈ എക്സ് ആണ് വരുന്നത്. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ എക്സ് വരുമ്പോൾ എന്ത് വരും, എക്സ് വരും, പ്ലസ് 2x ബൈ എക്സ് വരുമ്പോൾ എന്ത് വരും, 2 എന്ന് വരും. അപ്പോൾ നമുക്ക് എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, ആൻസർ 2 എന്ന് വരും. സോ അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്, ഓപ്ഷൻ ഡി ആണ്, 2. അപ്പോൾ ഇവിടെ സിമ്പിൾ ഒന്നും കൊടുത്തിട്ടില്ല ഈ ഒരു ക്വസ്റ്റ്യനകത്ത്. ഓക്കെ, അപ്പോൾ ഇത് മൈനസ് ആണെന്ന് വിചാരിച്ച ഒരു പ്രാവശ്യം ചെയ്ത് നോക്കി. മൈനസ് ആകുമ്പോൾ ഇത് വരും, നമുക്ക് നോക്കാം. ജസ്റ്റ് എക്സ് മൈനസ് 1 ആകുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2, ഓക്കെ, മൈനസ് വാല്യൂ വരും. അടുത്തത്, ഇഫ് എ ആൻഡ് ബി ആർ സ്ക്വയർ മെട്രിസസ് ഓഫ് ഓർഡർ 3 and 3 with determinant a equal to 3 and determinant b equal to 4, then determinant of b a is 7, 36, 21, 12. ഇത് ആൻസർ ഡിറ്റർമിനന്റ് ഓഫ് ബി ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ ചെയ്യും. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, 12 എന്ന് കിട്ടും. അടുത്തത്, ഇഫ് സൈൻ എ is equal to 1/2 and സൈൻ ബി equal to √3/2, then the values of സൈൻ എ പ്ലസ് ബി is. നമുക്ക് സൈൻ എ തന്നിട്ടുള്ളത് 1/2 ആണ്. അപ്പോൾ ആംഗിൾ ഏതായിരിക്കും, സൈൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, 1/2 എന്നാണ് തന്നിട്ടുള്ളത്. സോ അപ്പോൾ ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും വരുന്നത്. അടുത്തത്, സൈൻ ബി എന്ന് പറയുന്നത് √3/2 ആണ് തന്നിട്ടുള്ളത്. സോ ബി എന്ന് പറയുന്നത് 60 ആയിരിക്കും. അപ്പോൾ എ പ്ലസ് ബി ആണ് തന്നിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, അത് ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര വരും, 90 വരും. സൈൻ 90 എത്രയാണ്, 1 ആണ് വരുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ദി പോയിന്റ് ഓൺ ദ കർവ് y equal to x square minus 4x where the function attains its minimum is 0, 0, 0,2, 2,2, 2,0. ഇതിന്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് ഏതായിരിക്കും, 0, 0 തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിന്റെ മിനിമം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് 0 ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ 2 ആണ് കിട്ടുക. സോ അപ്പോൾ y വാല്യൂ വരുന്നത്, ഓക്കെ,
എക്സിന്റെ വാല്യൂ 2 ആണ് കേട്ടോ. പിന്നെ ഈ ഒരു പോയിന്റ്സ് തന്നിട്ടുള്ളത് നോക്കുമ്പോൾ ഇപ്പോൾ 0 0 ഇതിന് പുട്ട് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഓക്കെ y വാല്യൂ 0 കിട്ടും. ദെൻ അടുത്തൊരു പോയിന്റ് എന്ന് പറയുമ്പോൾ 0 2. ഇപ്പോൾ ഇതിന് 0 കൊടുത്തു കഴിഞ്ഞാൽ y വരുന്നത് ഇതിൽ 2 എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്തായിരിക്കും ഈ ഫംഗ്ഷൻ പ്രകാരം y യുടെ വാല്യൂ 0 ആയിരിക്കും. അടുത്ത കേസ് 2 2 കൊടുക്കും. 2 2 ആണ് വരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ 2 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മൈനസ് എക്സ് വരും. 4 മൈനസ് 4 ഇൻറ്റു 2 8 വരും. അപ്പോൾ -4 ആണ് വരുന്നത്. സോ ഇപ്പോൾ ഈ ഒരു വാല്യൂവിൽ -4 അല്ല വരുന്നത്. അടുത്തൊരു പോയിന്റ് കൊടുത്ത് നോക്കിയാൽ അതിന് 2 കൊടുക്കുക. അപ്പോൾ എന്താ ഒരു -8 ആണ് ഇവിടെ 0 ആണ് വരുന്നത്. സോ ഈ പോയിന്റ്സ് എന്താണ് ഇതിലൊന്നും അല്ല വരുന്നത്. ഈ 0 0 എന്ന് പറയുന്ന പോയിന്റ് മാത്രമാണ് എന്ത് വരുന്നുള്ളൂ ഇതിനകത്ത് വരുന്നത്. ഈ കർവിലെ പോയിന്റ് ആയിട്ട് വരുള്ളൂ. അടുത്തത് the area of the region formed by a straight line y equal to x, comma x equal to 2. So y equal to x എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെയായിരിക്കും? y equal to x എന്ന് പറയുമ്പോൾ ഈ ഒരു ലൈൻ ആയിരിക്കും. ദെൻ അടുത്തത് x equal to 2 എന്ന് പറയുന്ന ലൈൻ ഏതായിരിക്കും? 1 2. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും ആൻഡ് ദി എക്സ് ആക്സിസ് ഈസ്. അപ്പോൾ ഈ ഒരു എക്സ് ആക്സിസ് അതുപോലെ എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന ഈ ഒരു ലൈൻ അതുപോലെ തന്നെ എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഈ ഒരു ലൈൻ ഇവരുടെ ഉള്ളിൽ വരുന്ന ഏരിയ. ഓക്കെ, എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ 2 എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും എക്സും വൈയും സെയിം ആയതുകൊണ്ട് ഈ ഒരു പോയിന്റ് ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് 2,2 ആയിരിക്കും. സോ അപ്പോൾ ഇതിൻ്റെ ബേസ് വരുന്നത് ഒരു 2 ആണ്. ഇതിന്റെ ഹൈറ്റ് വരുന്നത് 2 ആയിരിക്കും. എന്ത് ചെയ്യാം, നമുക്ക് ഹാഫ് ph വെച്ച് കാണാം. 1/2 ഇൻറ്റു 2 ഇൻറ്റു 2 എത്ര ചെയ്യാം, നമുക്ക് ആൻസർ 2 എന്ന് കിട്ടും. അടുത്തത് ഇഫ് എ കോയിൻ ടോസ്ഡ് 2 times the probability of get at least one head is 1/2 1/4 3/4 2/3. രണ്ട് തവണ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പിൾ സ്പേസ് വരുന്നത് എങ്ങനെയായിരിക്കും? HH വരും, ദെൻ HT, then TH, TT. ഓക്കെ, അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്ന് പറയുമ്പോൾ 2 ഹെഡ് ആയാലും എന്തില്ല കുഴപ്പമില്ല. സോറി, TH ആണ് വേണ്ടത്. അടുത്തത് T. അപ്പൊ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം എന്ന് പറയുന്നത് 4 ആണ് വരുന്നത്. അല്ലെങ്കിൽ NFS എന്ന് പറയുന്നത് 4 ആണ് വരുന്നത്. പിന്നെ അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 ഹെഡ് ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ ഹെഡ് വരുന്ന എത്ര കേസസ് ഉണ്ട്? 3 കേസസ് ഉണ്ട്. അപ്പോൾ 3/4 ആണ് വരുന്നത്. ഓക്കെ, സോ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഓപ്ഷൻ സി ആണ് 3/4. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത് 100 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ +2 ലെവലെല്ലാം ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ 400 മാർക്കാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തില്ല, സ്പെസിഫിക്കായിട്ട് പറഞ്ഞിട്ടില്ല നെഗറ്റീവ് മാർക്കിന്റെ കേസ്. ചെയ്യാം, വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ബോത്ത് ഇൻ്റഗ്രേറ്റഡ് MSc ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ബോട്ടണി 2 കോഴ്സിനും എന്ത് ചെയ്യാൻ പറ്റും? ഈ സെയിം പേപ്പർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാം. മറ്റുള്ള വീഡിയോ കാണുന്ന മറ്റുള്ളവർക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും. അതേപോലെ മറ്റ് സബ്ജക്റ്റിന്റെ വീഡിയോസ് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദയവായിട്ട് എന്ത് ചെയ്യുക, കാണാൻ ശ്രമിക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.